ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളുള്ളത് വർക്കല നഗരസഭയിലെ മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള സതീശൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ചെടികളുണ്ട്, ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പലതരം വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, അപ്പം വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ വന്നപ്പോൾ കൊണ്ട് കുറെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട്, അത്യാവശ്യം വലിയ ചെടികളുണ്ട്. പിന്നെ ഇതില് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു. അപ്പൊ എന്തൊക്കെയാണോ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഞാൻ ഗൾഫിൽ അലയിലായിരുന്നു 25 വർഷം. ഇറ്റിസില്ലാത്ത ടെലികമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ജോലി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരു വർഷം വെറുതെയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കി കർഷകരെ കാണുമ്പോൾ ഒരിത് തോന്നി എനിക്ക്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും കൃഷി പോലും ചെയ്തിട്ടില്ല. അങ്ങനെ കൃഷി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയാൻ അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് നോക്കിയപ്പോഴും ഇത് നല്ലൊരു ശരീരത്തിനും നമ്മളെ അധ്വാനത്തിനും എല്ലാം മനസ്സിനും സന്തോഷം കിട്ടുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. ഓരോ ഐറ്റം ഇങ്ങനെ തുടങ്ങി അതിനെപ്പറ്റി പഠിച്ച് പോയി. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഫാസ്റ്റ് 500 എണ്ണം നട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 20 വെറൈറ്റി, അസന്ത 1, അസന്ത 2, അസന്ത 3, അസന്ത 4, അസന്ത 5, റോയൽ ബ്ലാക്ക്, റോയൽ ബ്രൗണി, ബ്ലാക്ക്, യെല്ലോ കളർ, അങ്ങനെ പല വെറൈറ്റി ജാതി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അടുത്ത പഠനം കാർഷിക കളയിൽ പോയി, വെള്ളയാണി കാർഷിക കളയിൽ പോയി. ഇതിനെപ്പറ്റി കുറേ കൂടെ പഠിച്ച് ഒരു ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് ഇതിനെ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഇവിടെ ഇന്ത്യയിലാരും ചെയ്തിട്ടില്ല. അത് പിന്നെ പഠിച്ചിട്ട് ഇപ്പോൾ അതാണ് ഗ്രാഫ്റ്റിംഗ് കൂടെ തുടങ്ങി. അപ്പോൾ ഈ ആൾക്കാർക്കെല്ലാം 1380 രൂപ ഉള്ള ഒരടിയുള്ള സാധനങ്ങൾ 300 രൂപയ്ക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. എല്ലാവരുടെ വീട്ടിലും ഒരു ചെടിയെങ്കിലും നട്ടിരിക്കണം ഡ്രാഗൺ ഫ്രൂട്ട്. അത് കഴിഞ്ഞിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ വീട്ടിലും അത് എത്തിക്കുവാണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ 12 ഫ്രൂട്ട്സ് തിരഞ്ഞെടുത്ത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സങ്കടം, ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. അതിനാണ് ഞാൻ പറഞ്ഞ വീട്ടിൽ വന്ന് കാണുമ്പോൾ ചെടിച്ചട്ടിയിൽ വെക്കാം, എവിടെയും കൊള്ളിക്കാം, നാട്ടുകാരുടെ റെന്റിനെടുക്കാം, സ്നേഹത്തോടെ റെന്റിനെടുക്കാം, പൈസ കൊടുത്തിട്ട് റെന്റിനെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും 12 എണ്ണം ഫ്രൂട്ട്സ് വെച്ചിരിക്കണം. അത് സെലക്റ്റീവ് ആയ ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അങ്ങനെയുള്ള എല്ലാം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ താനെ നമ്മൾ തന്നെ പറയാതെ അവർ വെച്ചോളും. ചെറുകുട്ടിക്കൊക്കെ പറിച്ചു കൊടുക്കുന്ന അത് ഭയങ്കര സന്തോഷമാണ് ശരീരത്തിനും മനസ്സിനും എല്ലാം. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ എനിക്കൊരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് രാവിലെ പോയി കോളേജിൽ പോയി അവിടെ നട്ടിരിക്കുന്നതിലൊക്കെ വെള്ളം ഒഴിച്ച് നമ്മളൊരു സ്റ്റാഫുണ്ട്. സ്വന്തമായിട്ട് തന്നെ കൂടുതലും ചെയ്യുന്നത്. യൂട്യൂബ് ഇതിലൊരു സഹായമാണ്. മെയിൻ്റനൻസ്. ഇത് ഞാനൊന്ന് നടുന്ന സമയത്ത് 3 പേരുടെ യൂട്യൂബ് കാണും. 3 പേര് നട്ടത് അവർ എങ്ങനെ നട്ടു എന്ന് നോക്കിയിട്ട് 4ാമത് എൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കും. അതാണ് ഞാൻ എല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. അതൊരു വൻ വിജയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് വരണമെന്നാണ് എൻ്റെ സ്നേഹമായ അഭ്യർത്ഥന. ഈ 20 വെറൈറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ 20 വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കളറിലാണോ അതിന്റെ വ്യത്യാസം? കളറില്, സ്വാദില്, മധുരത്തില് എല്ലാം കൂടെ. അതായത് റോയൽ ബ്ലാക്ക്, അത് കട്ട് ചെയ്ത ബ്ലാക്ക് കളർ, പിന്നെ ബ്രൗണി, ഏറ്റവും മധുരം കൂടി സാധനം, പിന്നെ അസന്ത 1, അസന്ത 2, അസന്ത 3, അസന്ത 4, അസന്ത 5, പിന്നെ ഒരു ഷുഗർ ഫ്രീ എന്ന് പറയുന്നൊരു സാധനം, അത് മധുരം ഒട്ടും കുറവാണ്. ഇതെല്ലാം വെറൈറ്റിയാണ്. ഇതെല്ലാം നട്ട് പിടിപ്പിച്ചതിന് ശേഷമേ ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. കബളിപ്പിക്കലൊക്കെ കമ്പോളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പിടിച്ച 1.5 വർഷത്തിനകത്ത് കായ്ക്കുന്നുണ്ട്. ജീവിതത്തെ ഞാൻ അത് ചാനലൊക്കെ ഇട്ട് എല്ലാ സാധാരണക്കാർക്കും എത്തിക്കാൻ പോയിരുന്നു. ഇല്ല, ഇതുവരെ തുടങ്ങാൻ പോകണം. നമ്മൾ ഈ ചെമ്മരുതി ഗ്രൂപ്പ്, വർക്കല ഗ്രൂപ്പ്, വെട്ടൂർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഇട്ട് നമ്മൾ ഇത് എല്ലാവരുടെ വീട്ടിലും, അവർക്ക് അതിൽ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവച്ചോളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് നമുക്ക് ക്യാഷിന് വേണ്ടിയോ അതിനും വേണ്ടിയല്ല, എൻ്റെ ഒരു മനസ്സിലാണ്. അതുകൊണ്ട് എവിടെ ആർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അവിടെ നമ്മൾ ചെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തൈ വെക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുന്നത് വരെയുള്ള ആ ഒരു മെയിൻ്റനൻസ് എങ്ങനെയാണ്? അത് ഇത് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കൊല്ലത്തിലൊക്കെ ഷോപ്പിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നടാതെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്
ആർക്കും എവിടെയും കേരളത്തിൻ്റെ വെളിയിൽ മേടിച്ചോണ്ട് പോവാം. 25 ദിവസം ഇത് ഒന്നും കേടാവില്ല. അപ്പം നട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തുള്ളവർക്കേ പറ്റുന്നുള്ളൂ ഈ ഇത് തൂക്കിക്കൊണ്ട് പോകാവുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ചിലർ പറയും നട്ട് തന്നാൽ മതിയെന്ന്. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൊല്ലത്ത് കൊടുക്കുന്നത് എക്കോ ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പിൽ കൊടുക്കുന്നത് അവർ 25,000 രൂപയ്ക്ക് ഒന്നെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവർ എല്ലാം അവിടെ മാർക്കറ്റിൽ എക്സിബിഷൻ വില വെച്ചിട്ട് വിൽക്കുകയാണ്. അപ്പോൾ എവിടെയും ആർക്കും മേടിച്ചുകൊണ്ട് പോകും. അതിൽ പല വെറൈറ്റിയുടെയും ഫോട്ടോ വെച്ചിട്ട് വിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ചെടിച്ചട്ടിയിൽ നടാം, ഫ്രിഡ്ജിൻ്റെ കവറെടുത്ത് അതിൽ നടാം. ഇത് സ്ഥലമില്ല എന്ന് പറയുന്നത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അത് ചെറിയ പൈപ്പുകൾ നമ്മൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുള സെറ്റ് ചെയ്തിട്ട് അതിൽ നടാം, മറ്റേ ചെടിച്ചട്ടിയിൽ നടാം, മതിലിൽ തന്നെ ഇടാം. അത് ആദ്യകാലത്ത് ഞാൻ പോയി ഒരു സാറിൻ്റെ അടുത്ത് കണ്ടപ്പോൾ മതിലിട്ടിട്ട് റോഡിലിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ 50-50 അല്ലേ കിട്ടുമല്ലോ, 50-50 കിട്ടുമെന്ന് കേട്ടോ. അവർക്ക് പാതി എനിക്ക് പാതി. എന്ത് ചെയ്യാൻ പറ്റും, അടിവിടാൻ പറ്റില്ലല്ലോ. ഞാൻ കോഴിക്കോട്ട് ഒരു സ്ത്രീ, അതൊരു IT കമ്പനിയിൽ പോണ ഒരു കൊച്ചു നട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മതിലിൻ്റെ അടുത്ത് നട്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ചിട്ട് അതിനൊരു കമ്പി ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് ഇതിനെ തിരിച്ചിട്ട് അപ്പോൾ അകത്ത് തന്നെ ഇവിടെ തന്നെ. അവ 3-4 വർഷം വേണ്ടി വന്ന് അങ്ങനെ വേറൊരാൾ നടാൻ. അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇത് എല്ലാം ചെയ്യാം. തെങ്ങിൽ നട്ടവരെ എനിക്കറിയാം. തെങ്ങിൻ്റെ അടുത്ത് ചെടിച്ചട്ടിയിൽ നട്ടിട്ട് മുകളിലോട്ട് കയറി വരുമ്പോൾ ഒരു കയറിട്ടൊരു കെട്ട്. അപ്പോൾ ഇത് തിരിഞ്ഞു വരും. ഇത് തിരിഞ്ഞു വരണമെന്നുള്ള നിശാന്തി പൂവായതുകൊണ്ട് അതിൻ്റെ പൂ വലുതാണ്. അപ്പോൾ അത് ഈ ചെമ്പരത്തി പൂവെല്ലാം നേരെ നിൽക്കില്ല, ഇങ്ങനെ വരണം, എങ്കിലേ ഇത് പിടിക്കും, അല്ലെങ്കിൽ പൂവെല്ലാം ഒടിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു രഹസ്യം. നടുന്ന രീതി നമ്മൾ ചെടിച്ചട്ടിയിലാണ് നടന്നെങ്കിലും മറ്റേതിലാണ് നടന്നെങ്കിലും ആദ്യം 2 അടി കുഴി എടുക്കുക. ആ മണ്ണും ചകിരിച്ചോറും ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും, ഒരു 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 250 ഗ്രാം എല്ലുപൊടി, ഒരു 3 കിലോ ചാണകം, ഇതെല്ലാം കൂടെ മണ്ണിൽ മിക്സ് ചെയ്തങ്ങ് കുഴി പോകുക. എന്നിട്ട് കുഴിയുടെ മുകളിൽ ഒരു കമ്പ, ഒരു പൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതങ്ങ് നടുക. ഇത് ഈ താഴ്വേരുള്ളതല്ല, വേരിങ്ങനെ പടർന്നു വരും. അത്രയേ ഉള്ളൂ. ആദ്യകാലത്ത് വിയറ്റ്നാമിലൊക്കെ അവർ മുള കുത്തിയിട്ടാണ് നട്ടത്. 2 വർഷമാകുമ്പോഴത്തേക്ക് ഇത് പടർന്ന് 22 കിലോ ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒടിഞ്ഞു വീണു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്ലാബ് വാർക്ക് ചെയ്യുന്നവരുണ്ട്. മറ്റേ പൈപ്പ്, PVC-യുടെ പൈപ്പ്, 3 അടിയുള്ള പൈപ്പ് പഴയതൊക്കെ കാണും. അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. പിന്നെ മറ്റേ ഒരു തടിയുണ്ട് നല്ല ബലമുള്ള, ഈ വേലിയൊക്കെ വയ്ക്കുന്നില്ല, അത് എങ്ങനെ വേണമെങ്കിലും നടാം, കൊടുക്കാം. അത് ഇടിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾക്ക് അത് തൈയായിട്ട് തന്നെ ബന്ധിക്കോ കട്ട് ചെയ്ത് കൊടുക്കും. ഒരു സ്ഥലം കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാം. അപ്പൊ ഇതാണ് സതീശൻ ചേട്ടന്റെ ഭാര്യ. ചേച്ചി സതീശൻ ചേട്ടനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഷിക മേഖലയിൽ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഈ ഒരു കാർഷിക പാരമ്പര്യം ഉണ്ടോ? ഫാമിലിക്ക് കാർഷിക പാരമ്പര്യം ഇല്ല. എൻ്റെ അപ്പൂപ്പനൊക്കെ പണ്ട് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴ് അണ്ണൻ തുടങ്ങിയപ്പോഴേ എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. കാര്യം എനിക്ക് കുട്ടിക്കാലം മുതൽ കൃഷിയോട് താല്പര്യമാണ്. പൂന്തോട്ടമൊക്കെ ശരിക്കും ഞാൻ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴേ കുറേശ്ശെയുള്ള ഹെൽപ്പ്, എനിക്ക് ടൈം കുറവാണ്, അതിനനുസരിച്ചുള്ള. ചേട്ടൻ മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്? കൃഷി വേറെ പോയിട്ടുള്ള മൊബൈൽ ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയായിരുന്നു. അത് കഴിഞ്ഞൊരു 25 വർഷമായപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. പഠിത്തം കഴിഞ്ഞ നേരെ അങ്ങ് പോകും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ സതീശൻ ചേട്ടന്റെ കൃഷിയും അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. എസ്പെഷ്യലി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടുമ്പം മുതൽ അല്ലെങ്കിൽ അത് വളർന്നു വരുന്നത് വരെയുള്ള കാര്യങ്ങളും അങ്ങനെ ഓവറോൾ നമ്മളെ കൃഷിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് സതീശൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ കൃഷി താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇനിയിപ്പോൾ സതീശൻ ചേട്ടൻ യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചാനൽസും മറ്റുമൊക്കെ കണ്ടിട്ട് നമ്മളുടെ ഉള്ളിൽ ഒരു കർഷകനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് സതീശൻ ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ളത്.
ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്കൊരു പുതിയ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. താങ്ക് യു.